Sir? Oh, Maybelline. വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഇവർക്ക് കുറെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ് അല്ലേ. അപ്പൊ ഗിഫ്റ്റ് അൺബോക്സിംഗിന്റെ വ്ളോഗാണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പം കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഓരോന്നോരം കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് എന്റെ ദൈവം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പം അതിന്റെ ഒരു വ്ളോഗാണ് ഇന്ന്. കുറെ ഗിഫ്റ്റ് കിട്ടി ഗൈസ്, എനിക്കൊരു ഗിഫ്റ്റും കിട്ടിയിട്ടില്ല. ഞാൻ ഗിഫ്റ്റ് തരാം. എന്തോ ഒരു ഗിഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് അല്ലല്ലോ. രക്ഷപ്പെട്ട് അപ്പൊ ഈ ഗിഫ്റ്റ് കിട്ടും ഗൈസ്. അത് ഞാൻ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ ഇന്ന് നിനക്ക് ഞാൻ സ്നേഹം ഞാൻ വാരിക്കൊരു സ്നേഹം കൊടുക്കണം ഗൈസ്, അതുപോലെ. അപ്പം ഞങ്ങൾ ഇന്ന് ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യാം. നമുക്കപ്പം ഓരോന്നെടുക്കാം. നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം ഞങ്ങൾ നൈസായിട്ട് ഓരോ ദിവസം കിട്ടുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ട്രീയുടെ താഴെ ഇങ്ങനെ കൊണ്ടുവെക്കായിരുന്നു ഓരോന്നോരോന്ന്. ഇന്നിപ്പം ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചു. എന്താ ഓപ്പൺ ചെയ്യാല്ലേ? അപ്പൊ ഓരോന്നോരോന്ന് എടുത്തോ നീ. ഓപ്പൺ ആക്കി. ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് അവൾ ഓപ്പൺ ആക്കാൻ പോവാണ്. എന്തോ നോക്കട്ടെ അതിനകത്തുള്ളത്. എന്തത്? ഒന്ന് ഇട്ട് കാണിക്ക്. ഇത് കൊള്ളാം. സിബ് കിട്ടുന്ന കഴിഞ്ഞാൽ കറക്റ്റ് ആട്ടോ. ഇത് കൊള്ളാടി. നോക്കട്ടെ, ഇത് എന്ത് ഇത് ഉള്ളനാന്നോടി. പക്ഷെ ഇത് കളർ കൊള്ളാം കേട്ടോ. നൈസ് കളറാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഗിഫ്റ്റ് ഇതാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഹാപ്പിയാണോ? Wish it could be a Christmas every day. To Stalin and Megha, Merry Christmas and Happy New Year with lots of love and care. Which is a Maybelline lipstick. Wow. Super stay vinyl. Oh, thank you. I just love the shade. ഈ ഷെയ്ഡിനെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത്. വെറും വർഷം ഇട്ടപ്പോ അപ്പൊ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച ഈ ഷെയ്ഡ് കിട്ടുമായിരുന്നെങ്കിലെന്ന്. ആൻഡ് ദിസ് ഇസ് എ വെരി ഗുഡ് ഷെയ്ഡ്. ഐ ലവ് ദിസ് ബിക്കോസ് ഐ ഹാവ് ലിപ്സ്റ്റിക് കളക്ഷൻ. എനിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ഇസ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ അതിന് നമുക്ക് ആർഗോസിന്റെ ഗിഫ്റ്റ് കാർഡ് വന്നു. എന്ത് വേണമെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെപ്പോഴും ഭയങ്കര പ്ലീസിങ് ആണ്. Oh, bag. I think something is there inside. Cosmetic bag. This is a cosmetic bag. കാണിച്ചവരെ ആണ്ടോ ഗൈസ്, ഇതാണ് കോസ്മെറ്റിക് ബാഗ് ആണെന്ന് തോന്നുന്നു. Like M for Megha. A cosmetic bag with full of chocolates inside. കവർ ആണല്ലോ, പേപ്പർ അംബോയ്സ് കവർ ആണ്. This is a coconut body balm. കുറേ ഉണ്ടല്ലോ. Scottish Fine Soap Company. അതെന്ത് സംഭവം? This is body butter. ഇത് കുറേ ഉണ്ടല്ലോ ഇതിനകത്ത്. This is hand cream. Wow. This is again a lip balm. And so many Ferrero Rocher. I think Ferrero Rocher എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് തോന്നുന്നു. Ferrero Rocher and Raffaello is also Raffaello ഇവിടെ ദുബായിലും കിട്ടും. Raffaello ഇവിടെയും കിട്ടും അല്ലേ? ദുബായിലും ഭയങ്കര ഫേമസ് ആണ്. This is also a very thoughtful gift. Next also a very thoughtful gift, a small throw കൊള്ളാല്ലേ? Yeah. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നോടി? Yes. നമ്മൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ച. നമ്മളിത് വാങ്ങിക്കണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പ്ലാനിങ് ടു ബൈ ഒരു ത്രോ വാങ്ങിക്കണം. Which we can put ഞങ്ങളുടെ ബെഡിലാണ്. ഞങ്ങളുടെ ബെഡ് ഫുള്ള് കമ്പിളി കൊണ്ട് നിറഞ്ഞ ബെഡാണ്. അപ്പൊ ഇത് ആഡ് ഓൺ ആയി. ത്രോ കിട്ടി ഗൈസ്. ഒരു ത്രോയുടെ കിട്ടിയിട്ടുണ്ട്. സെറ്റ് സാധനം. അടുത്തിടക്ക് മിഠായി. ഇത് ചോക്ലേറ്റ്സ്. ഐ ലവ് ചോക്ലേറ്റ്സ്. അപ്പൊ എന്റെ ഫേവറേറ്റ് എല്ലാം ഉണ്ട്. ഡയറി മിൽക്ക് ഉണ്ട്, ട്വൽവ് ഉണ്ട്, കാഡ്ബറി ഉണ്ട്, എക്ലേസ് ഉണ്ട്. ഇത് ഓപ്പൺ ആക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എന്തൊക്കെയോ ചെയ്യണം തോന്നുന്നു അല്ലേ? ഞാൻ ബെസ്റ്റ് തട്ടിയാ മതി പൊങ്ങത്.
ഓ ഇത് പൊളിച്ചു കേട്ടോ, ഇത് പൊളിച്ച് നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഓ ഒരു മാസം ഇരുന്ന് കഴിക്കാം. അല്ല അമ്മിക്കല്ല് വേണോ നീ പ്രഡിക്റ്റ് ചെയ്തി എന്തുമായിരിക്കും നിനക്കറിയാലോ. എനിക്ക് എന്തെങ്കിലും ഹോം ഡെക്കോർ തിങ്സ് ആയിരിക്കും. ആണോ? വീട് മാറിയതുകൊണ്ട് നമ്മളിപ്പോ വീട് മാറിയതുകൊണ്ട് ഹോം ഡെക്കോർ ഹോം ഡെക്കോർ തിങ്സ് തന്നെ. കല്ലാണോ ദൈവം? കല്ലാണോ? എന്തോ ക്യാൻഡിലോ ക്രോക്കറി ഐറ്റംസ്. ക്യാൻഡിലാ കേട്ടോ. ക്യാൻഡിൽ ക്രിസ്മസിന് ക്യാൻഡിൽ. ഓക്കെ ഓക്കെ, അത് നൈസായിരിക്കും. ഇവിടെ ഇഷ്ടം പോലെ ക്യാൻഡിൽ കത്തിക്കായി പോണ്ട്. കണ്ട ഇത് ഉണ്ട്, ഇതൊരു ക്യാൻഡിലാണ്. അടുത്ത ക്യാൻഡിൽ നല്ല വില കൂടി ക്യാൻഡിലാന്ന് തോന്നുന്നല്ലോ. എങ്ങനെയാണ് തുറക്കണമെന്ന് അറിയില്ല ഗൈസ്. അത് ജസ്റ്റ് അങ്ങ് പൊങ്ങി ഈസി ആയിട്ട് പൊങ്ങി തോന്നുന്നു കേട്ടോ. ആ സാധനം എടുക്കുമ്പോ പെട്ടെന്ന് മേലോട്ടാക്കിയത്. അത് അവിടെ ഇവിടെ ഓപ്പൺ ആക്കേണ്ടത്. ഇങ്ങനെ ഞാൻ ഓപ്പൺ ആക്കിയത്. അവിടെ അല്ലടാ, അവിടെ അല്ലത്. അവിടെ അല്ല അതിന്റെ ഓപ്പണിങ്. ഈ ഡാർക്ക് ഓർക്കിഡ് അവിടെ പോക്കേണ്ടത്. ആ ഓ ഇത് മഗ്. മഗ്ഗാ? ക്യാൻഡിലാ? ഓ ഭയങ്കര മണം, ഭയങ്കര മണം. പുറത്തെടുത്ത് വെച്ചപ്പോ തന്നെ മണക്കുന്നത്. നമുക്ക് ഇവിടെ ലൈറ്റർ ഇല്ല, നമ്മള് ലൈറ്റർ യൂസ് ചെയ്യാറില്ല. അല്ല ഒന്ന് കത്തിച്ച് മണം നോക്കാനില്ലേ? ഓ പൊളി സാധനം. നമുക്ക് ഒരു 50 പെൻസിനോ 70 പെൻസിനോ സം ലൈറ്റർ വിൽ ഗെറ്റ്. ഇതൊന്നും ഇങ്ങനെ തന്നെ ഇതിൽ വെച്ച് കത്തിക്കാൻ. അല്ലടാ ഇങ്ങനെ എടുക്ക്. അടിപൊളി. ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആണ് സ്മെല്ലില്. എവിടെ നോക്കിയാലും കാണാം. ബാത്റൂമിൽ കാണും ക്യാൻഡിൽസ്. ഇതിന്റെ ഫ്രണ്ടിലും ഉണ്ട്. വീട്ടില് മണം വരാൻ വേണ്ടി ഞാൻ ഭയങ്കര മണം ഫ്രീക്കാണ്. അതുകൊണ്ട് തോട്ട്ഫുൾ ഗിഫ്റ്റ്. ലൈറ്റർ വെച്ച് കത്തിച്ചിന് വീട്ടിലെല്ലാം ക്യാൻഡിലാണ്. എവിടെയൊക്കെ ക്യാൻഡിൽ ഉണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്റെ ബർത്ത്ഡേക്കും എനിക്ക് ക്യാൻഡിൽ കിട്ടി, പക്ഷെ ഞാൻ കത്തിച്ചില്ല. ഈ പെട്ടി നന്നായിട്ടുണ്ടല്ലേ? ക്യാൻഡിൽ ഈ പെട്ടി നല്ല ഭംഗിയുണ്ടാണ്. ഒരു യുണീക്ക് അല്ലേ? യുണീക്ക് പെട്ടി അല്ലേ? സെറ്റ് സാധനം അല്ലേ? അത് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷെ ഈ സാധനം എടുത്ത് മാറ്റണം. ഡാർക്ക് ഓർക്കിഡ് ഗൈസ്, ഇത് അടിപൊളി അടിപൊളി ക്യാൻഡിൽ. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ക്യാൻഡിൽ. ഡാർക്ക് ഓർക്കിഡിന്റെ ഫ്രാഗ്രൻസ് ക്യാൻഡിൽ. നല്ല അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ടാണ്. അത് അവിടെ കൊണ്ടുവച്ചു. അതിന്റെ കൂട്ടത്തിൽ തന്നെ വെച്ചു. ആ അടുത്ത ഗിഫ്റ്റ്. ഇപ്പൊ ഗിഫ്റ്റ് കുറെ ആയി ഗൈസ്. അത് അടച്ചു വെച്ചേക്ക്. ഇപ്പഴേ തുറന്നു വെക്കുന്നതിനാ. മണം പോയി കഴിഞ്ഞാൽ പോയി. ഇല്ലല്ലേ? ത്രൂ ഔട്ട് ഉണ്ടാവൂല്ലേ? അങ്ങനെ ഞങ്ങള് ഗിഫ്റ്റ് എല്ലാം എടുത്തു. അപ്പൊ ഓൾമോസ്റ്റ് 6-7 ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് പൊട്ടിച്ച് എല്ലാം പറക്കി അല്ലേ? ഇഷ്ടപ്പെട്ടല്ലേ? അപ്പൊ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ തന്നവർക്കെല്ലാം പെരിയ നന്ദി. അങ്ങോട്ട് കൊടുക്കണം. എനിക്കൊന്നും കിട്ടാനില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം. നമുക്ക് തരുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണം. മര്യാദയല്ലേ? വാങ്ങിച്ചു വെച്ചിട്ട് ചുമ്മാ നമ്മൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് പോയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ എനിക്ക് ഞാൻ എന്താ ഉണ്ടാക്കും, ചില കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി. ഇന്ന് ഇവിടെ ഒരു ഇതുണ്ടാക്കി കേട്ടോ ഗൈസ്. അത് കാണിച്ചു തരാം ഗൈസ്. ഇതൊരു ജ്വല്ലറി ഹോൾഡർ ആണ്. ഇത് ഇവിടെ ഉണ്ടാക്കിയതാണ് എന്റെ ഫ്രണ്ടിന് വേണ്ടിട്ട്. ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉണങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ ഓൾമോസ്റ്റ് റെഡി ആണ്. ജ്വല്ലറി ഹോൾഡർ ആണ് അല്ലേടി? അത് ഇന്നലെ രാത്രി ഇരുന്നിട്ട് ഇന്നലെ രാത്രി ഇരുന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിന് ഉണങ്ങാൻ വെച്ചേക്കുവാണ്. അത് ഉണങ്ങി കഴിഞ്ഞിട്ട് അത് സെറ്റ് ആവും. അപ്പൊ അത് അവള് ഗിഫ്റ്റ് ചെയ്യാൻ പോണ ക്ലേ ആർട്ട് അങ്ങനത്തെ സംഭവമാണ്. ക്ലേ ആർട്ടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഒരാൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുത്തു. ജ്വല്ലറി ഒത്തിരി ഇടുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് യൂസ്ഫുൾ ആയിരിക്കും, എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് വെക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഇന്ന് പോയിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സ് വാങ്ങിക്കണം. പിന്നെ എല്ലാവരും എന്താ ക്രിസ്മസ് നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങനെ നമ്മള് കാർഡ്സ് ഒക്കെ പണ്ട് ആർട്ടിസിൽ പോയിട്ട് നമ്മുടെ നാട്ടിൽ പോയിട്ട് കാർഡ്സ് കൊടുക്കുവായിരുന്നു. പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ കൊടുക്കുന്നില്ല. പിന്നെ വീട്ടിൽ എന്തെങ്കിലും ഗിഫ്റ്റ് അയച്ചു കൊടുക്കണം. അതൊക്കെയാണ് നമ്മളുടെ ക്രിസ്മസ് എന്താ പറയാ ആഘോഷങ്ങൾ. ഇന്നിപ്പോ ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ആക്കി. ഇത് ഞാൻ ക്രിസ്മസിന് വാങ്ങിച്ച ജമ്പറാണ്.
കണ്ട ഗൈസ്, ഇതാണ് ഞാൻ വാങ്ങിച്ച ജമ്പർ. അപ്പൊ ഇപ്രാവശ്യം ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ഇതുവരെ ആയിട്ടുണ്ട്. ഇപ്പൊ നാളെ മറ്റേ 25-ാം തീയതി, നാളെ ആകുമ്പോൾ 25 ആവും. അപ്പൊ നാളെ വൈകുന്നേരം ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, പ്ലാൻ ചെയ്ത്. ഞങ്ങൾ ഇവിടെ ഒരു ഓർത്തഡോക്സ് ചർച്ചിൽ പോകുന്നുണ്ട്. എന്തായാലും അതൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസ് സ്പെഷ്യൽസ്. അല്ലാണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ, അല്ലാണ്ട് കരോൾ സർവീസ് ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്രാവശ്യം പോകാൻ പറ്റില്ല. ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല ക്രിസ്മസിന് ജനിച്ചിട്ടാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എനിക്ക് ചിലവര് മറന്നുപോയെന്ന് തോന്നുന്നു. ഇവരെന്തോ ക്രിസ്മസിന് ട്രീ വെക്കുന്നു, പിന്നെ സാന്റ വന്നിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് വെച്ചിട്ട് പോകും. ട്രീ നമ്മൾ ഉണ്ടാക്കണം, ഭയങ്കര കാശ് മുടക്കി ട്രീ വെക്കുന്നു, ലൈറ്റ്സ് ഇടുന്നു. പക്ഷെ ദ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കർത്താവ് ജനിച്ചിട്ടാണ് ക്രിസ്മസ് എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. ഇവര് മറന്നു പോകുന്നതുകൊണ്ട് എനിക്ക് അറിയില്ല. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ലോകം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്താണ്? ക്രൈസ്റ്റ് വാസ് ബോൺ ഓൺ ക്രിസ്മസ്. അതൊന്നും ഇവർ അറിയുന്നില്ല. അതെല്ലാം മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോകം മൊത്തം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. ഇപ്പൊ ക്രിസ്മസ് എന്താന്ന് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ക്രിസ്മസ് എന്താന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല. എല്ലാവരും ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ക്രിസ്മസ് കഴിഞ്ഞ് ജസ്റ്റ് സെലിബ്രേഷൻ. ആ ഒരു ക്രിസ്മസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസിന് ട്രീ വെക്കണം, ഗിഫ്റ്റ് കൊടുക്കണം, എല്ലാരും ഓട്ടമാണ്, ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കണം, ഗിഫ്റ്റിന്റെ ഓഫേഴ്സ് ആണ് ഇവിടെ. അല്ലാതെ എല്ലാരും എന്തിനാണ് സാന്താക്ലോസ് വരുന്നു, സാന്താക്ലോസ് പോകുന്നു. അതുകൊണ്ട് ഇവിടുന്ന് എല്ലാരും ദൈവം കർത്താവ് ജനിച്ചിട്ടാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ടൈം ആ കർത്താവിന് വേണ്ടി ചില അങ്ങനൊന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം. അപ്പൊ ഇനി പുതിയൊരു വ്ളോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസിന് എന്താണ് നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ ഞങ്ങൾക്കും അറിയാൻ പറ്റും. അപ്പൊ മറ്റൊരു വ്ളോഗ് ഞങ്ങൾ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും പീസ്.